ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. എനിക്ക് ആദ്യമായിട്ട് ഒരു റിക്വസ്റ്റ് ചെയ്യുള്ളൂ, ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യണം. ഇതൊരു ചാരിറ്റി വീഡിയോ ഒന്നുമില്ല, പക്ഷേ ഒരു വൃദ്ധ ദമ്പതികളുടെ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടാൽ ഞാൻ എന്താണ് പറയുന്നത് എന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാക്സിമം ലൈക്ക് അടിച്ച് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എത്തേണ്ട ആളുകളിലേക്ക് ഈ വീഡിയോ എത്തണം. ഇവർക്ക് കിട്ടേണ്ട എല്ലാ സംഭവങ്ങളും കിട്ടണം. വളരെ വിശദമായിട്ട് അവരോട് തന്നെ ചോദിക്കാം. അതേപോലെ തന്നെ അവരെ പരിചരിക്കുന്ന ഒരാളും കൂടെ നമ്മളെ കൂടെ ഉണ്ട്. അവരൊക്കെ കൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് പറയും. നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇതേ നമ്മൾ അവരുടെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി പോകട്ടോ. ഒരു ചെറിയൊരു വാടക വീട് എന്ന് പറയാൻ വയ്യ, ക്വാർട്ടേഴ്സാണ്. അപ്പോൾ അതിൽ ദയനീയമായിട്ട് ജീവിക്കുന്ന രണ്ട് ജന്മങ്ങളെയാണ് കാണാൻ പോകുന്നത്. അസ്സലാമു അലൈക്കും. എന്തൊക്കെ വർത്താനം? നല്ല വർത്താനാ? ഭക്ഷണം കഴിച്ചോ? കഴിച്ചിട്ടില്ല. എന്താ കഴിക്കാത്ത? സമയം ഒരുപാടായല്ലോ. കഴിച്ചിട്ടില്ലേ? ഇല്ല. കഴിക്കലില്ല ഇപ്പോ? കഴിക്കലുണ്ട് അല്ലേ? ഒരു ദിവസം എത്ര പ്രാവശ്യം കഴിക്കും? ഒരു പ്രാവശ്യം കഴിച്ചു. ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം കഴിക്കലുള്ളൂ? അതെന്തേ? ഒന്നുമില്ല, വേണ്ടാന്ന് തോന്നല? ഭക്ഷണം കഴിക്കണ്ടേ നല്ല, എന്നാലേ നമുക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ. ഭക്ഷണം കഴിക്കണം കേട്ടോ നല്ല. ഇതാണ് ഇവരുടെ ഹസ്ബൻഡ്. നിങ്ങളുടെ പേര് എങ്ങനെയായിരുന്നു? നൂറുദ്ദീൻ അല്ലേ? നിങ്ങൾക്ക് എർണിയന്റെ പ്രശ്നങ്ങൾ കൂടി ഉണ്ട് അല്ലേ? അതുകൊണ്ട് അവളെ കാര്യത്തിൽ നോക്കാൻ ആളില്ലാത്തതിൻ്റെ പേരിൽ. ഓക്കെ, നമുക്ക് എന്തായാലും വിശദ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ്റെ മുമ്പ് ഇത് ഈ ഒരു വീട്ടിലാണ് ഇവർ. വീടെന്ന് പറഞ്ഞാൽ ഒരു ക്വാർട്ടേഴ്സ് ആട്ടെ. ഏകദേശം ഒരു 10-15ഓളം ഫാമിലി താമസിക്കുന്ന ഒരു നീളത്തിലുള്ളൊരു ക്വാർട്ടേഴ്സാണ്. ഇതാണ് ഇവരുടെ അടുക്കള കേട്ടോ. വളരെ ദയനീയമായിട്ടുള്ളതാണ്. ഇത് ഇപ്രാവശ്യം ഈ മഴക്കാലമായപ്പോൾ ഇവർ ഇങ്ങനെ ശരിയാക്കി കൊടുത്താണ്. ആദ്യം ചോറിന് വലിക്കുന്നൊരു സെറ്റപ്പായിരുന്നു. വളരെ വിശദമായിട്ട് നമുക്ക് കാര്യങ്ങൾ ഓരോന്നോരോന്ന് ചോദിച്ചറിയാം. എന്താണ് ഇവരുടെ അവസ്ഥ എന്നുള്ളത് നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ ചോദിച്ചറിയാം. ഇത് എപ്പോഴും ഇങ്ങനെ ഇതേപോലെ കരച്ചിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെ ഇവരോടൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കാം. നിങ്ങളിപ്പോൾ ഈ ഒരു അവസ്ഥ, ഇവർക്ക് അസുഖമായിട്ട് ഇപ്പോൾ എത്ര വർഷമായി? അസുഖമായിട്ട് കണ്ണ് പോയത് ഒരു 6 കൊല്ലം കഴിഞ്ഞു. ഇപ്പോൾ പൂർണ്ണമായിട്ടും കാഴ്ചയൊന്നുമില്ല? 2 കണ്ണും കാഴ്ചയില്ല അല്ലേ? പല വിധത്തിലും നോക്കിയതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവർക്ക് പിന്നെ എപ്പോഴും 24 മണിക്കൂർ നിങ്ങൾ അടുത്ത് വേണം? അടുത്ത് വേണം. ഭക്ഷണം കൊടുക്കാൻ വേണം. ഭക്ഷണമൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കും? കക്കൂസ് കൊണ്ടാൻ വേണം. എല്ലാം കാര്യങ്ങൾ നിങ്ങൾ തന്നെ നോക്കണം അല്ലേ? എന്തായാലും നിനക്ക് കുളിപ്പിക്കാനായാലും എല്ലാം നിങ്ങൾ നോക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ജോലി ചെയ്യാനോ ഒന്നിനും പറ്റിയ സാഹചര്യമില്ല. നിങ്ങളല്ലാതെ വേറെ ആരും അവർ അക്സെപ്റ്റ് ചെയ്യില്ല അല്ലേ? അവളുടെ മക്കളെ വിടുന്ന യാതൊന്നും കുളത്തിലും യാതൊരു ഉപകാരമില്ല. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഇവിടെ ആയിട്ട് ഈ ഒരു വീട്ടിലായിട്ട് ഇപ്പോൾ എത്രയായി താമസമായിട്ട്? എത്രയായി? നമ്മൾ ഇതിലേക്ക് കണ്ട് മാറിയിട്ട് 1 കൊല്ലമായി. 1 വർഷമായി. നിങ്ങളെ നോക്കണത് സിദ്ധിയാക്കിയാണ് നിങ്ങളെ നോക്കണത്? സിദ്ധിക്കാക്കൻ്റെ അടുത്ത് കുറച്ച് 6-5-8 മാസം അവിടെ ഉണ്ടായിരുന്നു. അല്ല, ഇവിടുത്തെ ചെലവും കാര്യങ്ങളൊക്കെ നോക്കുന്ന മൂപ്പരാണ്? അല്ല, ഇവിടുത്തെ കാര്യങ്ങൾക്ക് എല്ലാ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ എന്ത് വേണമെങ്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞാൽ ഇന്നലെ നാളെ കൊണ്ടുവരണം. നിങ്ങൾക്ക് ഇപ്പോൾ ജോലി എടുക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് വെച്ചാൽ അവരെ പിരിഞ്ഞിരിക്കാനുള്ള ഭയങ്കര പ്രശ്നമാണ്. പിരിഞ്ഞിരിക്കാനുള്ള പ്രശ്നം. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഇവിടെ ഇരുന്നപ്പോൾ തന്നെ എനിക്ക് തന്നെ മനസ്സിലായി. കാരണം ഒരു സെക്കൻഡ് പുറത്തേക്ക് പോയപ്പോൾ നിങ്ങളെ വിളിക്കുകയാണ്. പിന്നാണെങ്കിൽ എൻ്റെ പ്രായത്തിനനുസരിച്ച് ഭക്ഷണക്കുറവ് കാരണം കൊണ്ടും ഈ അസുഖ കാരണം കൊണ്ടും ഞാനിപ്പം വലിയ ഇതിലൊന്നും അല്ല നിൽക്കുന്നത്. നല്ല വേദന ഉണ്ട്. നിങ്ങൾക്ക് ഹെർണിയൻ്റെ പ്രശ്നമുണ്ട്, ഒരു മുഴയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ പ്രൈവറ്റിൽ പോയി കാട്ടിയിട്ടും 40,000 റുപ്യോളം ആവും കാണിക്കാൻ ഓപ്പറേഷത്തിന്. അത് ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ ഒരു 30 റുപ്യ കൊടുത്താൽ തയ്യൽ അംശം പറഞ്ഞിട്ട് കോഴിക്കോട് ഒരു ഹോസ്പിറ്റലുണ്ട്, അവരെല്ലാം ചെയ്തു തരാമെന്ന് പറയുന്നത്. അതിനും പൈസ ഇല്ല. അങ്ങനെയുള്ള പല വിഷമങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ ആവശ്യം പിന്നെ നിങ്ങൾക്ക് പിന്നെ ഇവരുടെ ഹോസ്പിറ്റൽ കാര്യങ്ങളും അതേപോലെ തന്നെ ഇവരെ പരിചരിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉള്ള ഒരു താമസമാണ് നിങ്ങൾക്ക് താമസമാണ്, വീടാണ് ആവശ്യം. വേറെ പൈസയും കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. നമുക്ക് പിന്നെ പടച്ചം വിധിച്ച ആയുസ് വരെ ജീവിക്കണം അല്ലേ? ഓളെയും കൂടി ജീവിക്കണം, അല്ല ഭാര്യനെയും കൂടി ജീവിക്കണം. ഓളെ പിരിയാൻ പറ്റില്ല. എനിക്ക് മനസ്സിലായി, കാരണം കുറച്ച് സമയം കൊണ്ട് എനിക്ക് മനസ്സിലായി. നിക്കാഹിൽ അത്രയും ബന്ധങ്ങളാണ്, വർഷങ്ങള്. എത്ര വർഷമായി ഇപ്പത്? ഇതിപ്പോ നിങ്ങള് യഥാർത്ഥത്തിൽ നാട് പിന്നെ എവിടെയാണ്? കറക്റ്റ് നിങ്ങളെ നാട് എവിടെയാണ്? ഇന്റത് ഒറിജിനൽ കോഴിക്കോട് ജില്ലക്കാർ വെള്ളയിലാണ് അല്ലേ? അവിടുന്ന് ഇങ്ങനെ ഇവിടെ കൊണ്ടോട്ടിയിൽ എത്തിയിട്ട് എത്ര വർഷമായി? ഇവിടെ എത്തിയിട്ട് ഞാൻ നല്ല പണിക്ക് പോകാൻ വേണ്ടി വന്നതാണ്. അതൊരു 22 കൊല്ലം പോലെ ഇവിടെ ആയിട്ട് കൊണ്ടോട്ടി ആയിട്ടുള്ള 20 കൊല്ലം കളിയില്ലാതായി. ഇപ്പം നിങ്ങൾ ഏകദേശം ഒരു 2-3-4 വർഷങ്ങൾക്ക് മുമ്പ് ജോലിക്കൊക്കെ പോയിരുന്നു, ഈ കണ്ണിന് പ്രശ്നം വരുന്നത് വരെ? ഞാൻ ഇവളും പണിക്ക് പോയതാണ്, ഞാനും പണിക്ക് പോയതാണ്. ഇപ്പം ഈ കണ്ണിൻ്റെ കാഴ്ച പോയിട്ട് ഇപ്പോൾ എത്രയായി?
6 കൊല്ലം കഴിഞ്ഞ്. അതിപ്പോൾ പൂർണ്ണമായിട്ട് ഒന്നും കാണൂല. ഒന്നും കാണില്ല. അതിൻ്റെ ഇടയിൽ ഷുഗറിൻ്റെ പ്രശ്നങ്ങൾ വേറെ ഉണ്ട് അല്ലേ? ഷുഗറിൻ്റെ പ്രശ്നം കൊണ്ട് വിറക്കലും പിടിക്കലും എല്ലാം ആയിട്ട് സിദ്ദിഖാക്കിൻ്റെ അടുത്ത് നിന്ന് ആംബുലൻസിലെല്ലാം ബന്ധിച്ചിട്ട് പായല കൊണ്ടേക്കാം. അപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് 2 പേർക്കും, അഥവാ നിങ്ങൾ പിന്നെ പല സ്ഥലങ്ങളിലും ഓരോരുത്തരെ അഡ്മിറ്റ് ചെയ്യുള്ളൂ അല്ലേ? പിന്നെ ഇപ്പോൾ ഒരു വീടാണ് ഏറ്റവും വലിയ ആവശ്യം. നമുക്ക് പൈസ അല്ല ആവശ്യം, ഭക്ഷണദാനം എല്ലാം മറ്റുള്ളതെല്ലാം ഇങ്ങനെ സിദ്ദിഖാക്കായിട്ട് പലരും കൊടുന്ന് തരും. നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് കഴിയാനും ശുശ്രൂഷിക്കാനും പറ്റുന്ന ഒരു വീടാണ് വീടാണ് ആവശ്യം. ഓക്കെ, ഇൻഷാ അല്ലാഹ് എന്തായാലും ഈ വീഡിയോ കാണുന്ന ആളുകൾ അത് നിങ്ങൾക്ക് തന്നെ എത്തിച്ചു കൊണ്ടുവരും. നമുക്ക് പിന്നെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ ബാക്കി കാര്യങ്ങൾ സിദ്ദിഖാനോട് സംസാരിച്ചോളാം. ഓക്കെ, അപ്പോൾ എന്തായാലും പിന്നെ ടെൻഷൻ കരയണ്ട ഇൻഷാ അല്ലാഹ് എല്ലാം റെഡി ആയിക്കോട്ടാ. ഭക്ഷണം കഴിക്കോണ്ടോ നിങ്ങൾ ഡെയിലി? ഒരുപാട് പിന്നെ 3-4 പ്രാവശ്യം കഴിച്ചോണ്ടു, എന്നാലേ അസുഖവും കാര്യങ്ങളൊക്കെ മാറുള്ളൂ. ഭക്ഷണം കഴിക്കാതിരിക്കരുത്. മരുന്നും ഭക്ഷണമൊക്കെ കറക്റ്റായിട്ട് കഴിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് ബാക്കിയൊക്കെ റെഡി ആയിക്കോളും. എന്താ നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ സത്യത്തില്? നിങ്ങൾക്ക് എന്താ ആവശ്യം? എന്താണ്? നിങ്ങൾക്കൊരു വീട് വേണം, സുരക്ഷിതമായിട്ടൊരു വീട് അല്ലേ? ഇൻഷാ അല്ലാഹ് നമ്മളെ കാണുന്ന ആളുകൾ ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അത് തരും തന്നെ വിചാരിക്കാം നമുക്ക്. ഇൻഷാ അല്ലാഹ് ഏതെങ്കിലുമൊക്കെ വിധേന കേട്ടോ, നിങ്ങളെ നോക്കാനും പിന്നെ സംരക്ഷിക്കാനൊക്കെ പറ്റി ആരെങ്കിലുമൊക്കെ ഇത് കാണുമ്പോൾ വരും കേട്ടോ. വിഷമിക്കണ്ട കേട്ടോ. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, എന്നാലല്ലേ ആരോഗ്യം ഉണ്ടാവുള്ളൂ കേട്ടോ. കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് എല്ലാം റെഡി ആയിക്കോളൂ കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ മുൻപ് പറഞ്ഞിരുന്ന സിദ്ദിഖ എന്നവർ പറയുന്ന ആൾ ഇതാണ്. നിങ്ങളെ പേര് ശരിക്കും സിദ്ദീഖ് അല്ലേ? സിദ്ദീഖ്. വീട് എവിടെയാണ്? വീട് ഫറൂഖില, കോടമ്പുഴ എന്ന് പറയും. കോടമ്പുഴ സ്ഥലം. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ഫാമിലി ആയിട്ടുള്ള അറ്റാച്ച്ഡ്? എങ്ങനെ എൻ്റെ കഥയെന്ന് പറയും? ഞങ്ങൾ ഫറൂഖ് കോളേജിനടുത്ത് സ്നേഹതീരം ഒരു ഓൾഡ് ഏജ് ഹോം നടത്തുന്നുണ്ട്. ഈ ഡെസ്റ്റിറ്റ്യൂട്ടായ ആളുകൾ, അതായത് തെരുവിലേക്ക് ഒറ്റപ്പെട്ടു പോയ ആളുകളെ നോക്കുന്നൊരു സ്ഥാപനമുണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടെയുള്ള വളണ്ടിയർ പറഞ്ഞതാണ്, കൊണ്ടോട്ടിയിൽ ഒരു പാവപ്പെട്ട ഒരു ഫാമിലി ഉണ്ട്, അവരൊന്ന് ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റൂല. ഈ നിരന്തരം ആ വളണ്ടിയർ പറഞ്ഞപ്പോൾ നമ്മളൊന്ന് കാണാം, കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാമെന്ന് കരുതി വന്നതാ. വന്ന സമയത്ത് ഒരു പരിതാപകരമായ അവസ്ഥയിൽ ഒരു പൊളിഞ്ഞു വീഴാറായ ഒരു വീട്ടിൽ ചുറ്റും കാടായിരുന്നു ആദ്യം. അത് 3 വർഷം മുമ്പത്തെ കഥ. കൊണ്ടോട്ടി തന്നെ, ഇവിടുന്ന് കുറച്ച് ദൂരമായിരുന്നു. അപ്പം അത് കണ്ടു വല്ലാത്ത വിഷമം തോന്നി നമുക്ക്. ഉടനെ തന്നെ നമ്മൾ കാട് വെട്ടാനുള്ള തയ്യാറെടുപ്പ് നടത്തി. ഇപ്പോൾ ഉടനെ തന്നെ നമ്മൾ ആ വീട്ടിൽ നിന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോയി, 2 പേരെയും കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ നമുക്ക് നമ്മുടെ സർക്കാരിൻ്റെ നിയമപ്രകാരം നമുക്കവിടെ പെർമിഷൻ ഉള്ളത് ഈ പിന്നെ അച്ഛന്മാരെ നോക്കാനുള്ള പെർമിഷൻ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അവർ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ തന്നെ ഇവർക്ക് ഈ ഭാഗത്തേക്ക് തന്നെ വരണം. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഒരു വീട്, വാടക വീട് നോക്കി അങ്ങനെ ഇപ്പോൾ ഈ താമസിക്കുന്ന ഈ കോട്ടേഴ്സിൽ ഒരു താമസിക്കുന്നത് നന്നാക്കി കൊടുത്തതാണ്. അവർക്ക് ഈ നാട്ടിൽ തന്നെ വേണം എന്നൊക്കെ വല്ലാത്ത അറ്റാച്ച്മെന്റ്. അപ്പോൾ നമ്മൾ ഇവരുടെ ചെലവും കാര്യങ്ങളൊക്കെ നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ അവർക്ക് വേണ്ട ഫുഡ് മെറ്റീരിയൽസ് എത്തിച്ചു കൊടുക്കും. പിന്നെ മെഡിസിൻ നമ്മൾ അതുപോലെ ഒരു വിളിച്ച് പറയുമ്പോൾ അതിനനുസരിച്ച് കൈകാര്യം ചെയ്യും. പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് വിളിക്കും, നമ്മുടെ വണ്ടിയായിട്ട് സ്നേഹതീരത്തിന്റെ വണ്ടിയായിട്ട് ആ കാര്യങ്ങളൊക്കെ നടക്കും ഇവിടെ. പിന്നെ ഇവരുടെ ഈ വീട്ടിന്റെ വാടക ആണ് ഉള്ളത്, ചെറിയ വാടകയേ ഉള്ളൂ. അതും കുറെ ആളുകളൊക്കെ സമീപിച്ചിട്ട് അതും കൊടുക്കുന്നുണ്ട്, പക്ഷേ സൗകര്യങ്ങളില്ല. അതാണ് ഇവര് ശരിക്കും റിക്വയർമെന്റ് എന്താണ്? ഇവർക്ക് എന്താണ് ആവശ്യം? ഇവർക്ക് വീട് വേണമെന്നാണ് പറയുന്നത്. വീട്, അതെ. ഇവർക്ക് ഈ ഇപ്പൊ സൗകര്യം കണ്ടില്ല, ഇവിടുത്തെ സൗകര്യങ്ങൾ കുറച്ചുകൂടെ സൗകര്യമുള്ള. ഇവർ ഒന്ന് സ്ട്രോക്ക് വന്നിട്ടുണ്ട്, ഷുഗർ വന്നിട്ട് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടത് ചികിത്സ കിട്ടാതെ കാഴ്ച നഷ്ടപ്പെട്ടു പോയതാ. ഷുഗർ വന്നിട്ട് ചികിത്സ കിട്ടാതെ കാഴ്ച നഷ്ടപ്പെട്ടു പോയതാ. അല്ല, നല്ല കാഴ്ച ഉണ്ടായിരുന്ന ആളായിരുന്നല്ലോ. അപ്പോൾ ഇവർക്ക് ഈ സൗകര്യത്തിൽ നിന്ന് മാറി കുറച്ചുകൂടെ നല്ല മെച്ചപ്പെട്ട സൗകര്യത്തിൽ ഒരു വീടാണ് ഇവർക്ക് ആവശ്യം. എപ്പോഴും എന്നോട് പറയും, ഞങ്ങൾക്കൊരു വീട് വേണം. അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ ചോദിക്കുന്നത്, വീട് വേണം. ഇവർക്ക് സ്വന്തമായിട്ട് എന്നുള്ളതാണോ ആഗ്രഹം, അല്ലെങ്കിൽ ഇവരെ നോക്കാൻ പറ്റിയ ഇതേപോലെ തന്നെ? അത്രേ ഉള്ളൂ. അവർ സ്വന്തം വീട് വേണമെന്നൊന്നും പറയുന്നില്ല. അവരങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളൊന്നും. അവർ പണം വേണ്ട പറയുന്നതാണ്, പണം ആവശ്യമില്ല എന്നൊക്കെ പറയാം അവർ. കാരണം അവർക്ക് വേണ്ട താമസിക്കാനുള്ള ഒരു വീട്, അവർ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം. അതെ, നല്ലൊരു വീട്, വാടക വീടായാലും കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ ഏറ്റെടുക്കാൻ പറ്റുന്ന ആളുകൾ മുന്നിട്ടിറങ്ങിയാൽ അവർക്ക് ആ വീട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇതിന്റെ താഴത്ത് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുത്തു. കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഇതുവരെ നിങ്ങളാണ് ഇവരെ ചികിത്സ, അതുപോലെ തന്നെ ഇവിടെ പിന്നെ നിത്യം തന്നെ ചെലവും കാര്യങ്ങളൊക്കെ നിങ്ങളാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നെ സ്നേഹതീരം എന്നല്ലേ പറഞ്ഞത്, ഓൾഡ് ഏജ് ഹോമിൽ ഈ ഒരു പിന്നെ ദമ്പതികളെ താമസിപ്പിക്കാനുള്ള പെർമിഷൻ ഇല്ല, സർക്കാരിന്റെ പെർമിഷൻ ഉണ്ട്. ഓരോന്നിനും ഓരോ പെർമിഷൻ. പല സ്ഥലങ്ങളിലും അതായിരിക്കും ഒരു പക്ഷേ പ്രശ്നം. അതന്നെ പ്രശ്നം. ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. ഒരു സെക്കൻഡ് വിട്ടു നിന്ന് ഞാൻ പോയി കാക്കാന്ന് വിളിക്കുകയാണ്. അതുമൂലം പുള്ളിക്ക് ജോലി ചെയ്യാൻ വരെ പറ്റാത്തൊരു അവസ്ഥ കൂടിയാണ്.
ഭാര്യയെ സംരക്ഷിക്കേണ്ടത് കൊണ്ട് മറ്റുള്ളവരെ തണലിൽ കഴിയേണ്ടി വന്നൊരു ഇവര് പിന്നെ മറ്റൊന്നുകൂടെ എന്താണ് ഇവര് ഈ അവസ്ഥയിൽ ആയിപ്പോയത് ഇദ്ദേഹത്തിന്റെ സ്നേഹിതൻ മരണപ്പെട്ടു പോയി. സ്നേഹിതൻ മരണപ്പെട്ടു പോയ സമയത്ത് ഈ ഭാര്യയെ ഇദ്ദേഹം ഏറ്റെടുത്തതാണ്. ഓക്കെ. ഈ ഇത്തയുടെ ഹസ്ബൻഡ് ആദ്യം വേറെ ആളായിരുന്നു. അവര് മരിച്ച സമയത്ത് ഇവര് അപ്പോ ഒരുപക്ഷെ സ്നേഹിതനായിട്ട് അറ്റാച്ച്മെന്റ് ആയിരുന്നു സ്നേഹിതനായിട്ട്. അപ്പോൾ ഇവര് പിന്നെ ഒറ്റപ്പെട്ടു പോകണ്ടെന്ന് കരുതിയിട്ട് ഈ ഇദ്ദേഹം ഒരു നന്മ കരുതിയതാണെന്ന് ഒരു കഥയും കൂടി പറയുന്നുണ്ട്. അങ്ങനെ മേ ബി ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒറ്റപ്പെട്ടതാവാം. അങ്ങനെ ഒറ്റപ്പെട്ടു 2 കുടുംബത്തിൽ നിന്ന് ഇവർ ഒറ്റപ്പെട്ടു പോയി. അങ്ങനെയാണ് ഇവർ ഇങ്ങനെ വാടകയ്ക്ക് 21 വർഷമായിട്ട് വാടകയ്ക്ക് ഒറ്റയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് വാടക ഇങ്ങനെ നടന്നു പോകാൻ തുടങ്ങി അല്ലേ? അതെ. ഓക്കെ. ഇപ്പം എന്തായാലും അവസ്ഥ ഈ പറഞ്ഞ പോലെ വളരെ പരിതാപകര സങ്കടമാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, വീഡിയോ കാണുന്ന ആളുകൾ സ്വന്തമായിട്ട് കാണുന്നൊന്നുമില്ല, സുരക്ഷിതമായിട്ട് ഇതേപോലെ ഓൾഡ് ഏജ് ഹോം ആണെങ്കിലും കുഴപ്പമില്ല, ഓൾഡ് ഏജ് ഹോം ഇവർക്ക് ഒന്നിച്ച് താമസിക്കാൻ പറ്റുന്ന ഒരു ഓൾഡ് ഏജ് ഹോമോ അല്ലെങ്കിൽ ഒരു കോട്ടേഴ്സോ ഒക്കെയാണ് ഇവർക്ക്. അല്ല, ഇവരെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഇവരെ ആ ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സർക്കാർ സംവിധാനങ്ങളൊന്നും ഇല്ലേ? സർക്കാർ സംവിധാനങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തൊന്നും കാണുന്നില്ല. അല്ല, പിന്നെ പുറത്താണെങ്കിൽ ഇവർക്ക് പ്രശ്നം ഉണ്ടാവും. വേറെ ഏതെങ്കിലും ഇവരുടെ ഒരു കാഴ്ചപ്പാട്, ഇവരൊന്ന് പ്രായമായതാണ്. പിന്നെ ഇവരെ നമ്മൾ മറ്റൊരു സ്ഥലത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ മാനസികമായിട്ട് ഇവർ തകരും. അവരുടെ പ്രായത്തിൻ്റെ ഒരു പ്രശ്നമാണത്. അപ്പോൾ അങ്ങനെ ഒരു വിഷമം അതിലുണ്ട്. എന്തായാലും പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഇതിനൊരു നല്ലൊരു സൊല്യൂഷൻ പിന്നെ കാണുമെന്ന് തന്നെ വിചാരിക്കാം. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞു മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. കാരണം ഇത് എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തണം. കാരണം എന്താ പറയുക, ഈ പുള്ളിക്കാരനും അസുഖം ഉണ്ടല്ലേ? അദ്ദേഹത്തിന് സുഖമില്ല. അദ്ദേഹത്തിന് ഒരു സർജറി, പിന്നെ നാവിയിൽ ഒരു വലിയൊരു മുഴയുണ്ട്. അപ്പോൾ അത് സർജറി ഫിക്സ് ചെയ്തിരുന്നു. പക്ഷേ ആ സർജറിക്ക് അദ്ദേഹം പോയില്ല. പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ഭാര്യയെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് സർജറി ക്യാൻസലായി പോയി. അപ്പോൾ നിങ്ങളെ ഈ പിന്നെ സ്നേഹതീരത്തിൽ ഇവരെ അഡ്മിറ്റ് ചെയ്യാൻ ഒരു നിലക്കും പറ്റില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നില്ല. അതെ, ഞങ്ങൾ കുറച്ച് ദിവസം അവിടെ താമസിപ്പിച്ചിരുന്നു. അതെ അല്ലേ? പക്ഷെ നമുക്ക് ഈ നിയമപ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയതാണ്. ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ ആവശ്യം. ഇവർക്ക് പണോ ഒന്നുമല്ല വേണ്ടത്. സുരക്ഷിതമായി നല്ല കുഴപ്പമില്ലാത്ത ചികിത്സ കിട്ടണം. സുന്ദരമായിട്ട് നല്ല സേഫായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. അതൊക്കെയാണ് ഇവർ ആവശ്യം. ഒരു ഭാഗം തളർന്നു പോയിട്ടുണ്ട്. അതിന്റെ പുറമെ കണ്ണും കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. സങ്കടമാണ്, കാണുമ്പോൾ തന്നെ ഒരു വിഷമാണ്. അപ്പോൾ സിദ്ദിഖ്, ഇവര് പിന്നെ പകൽ സമയങ്ങളൊക്കെ അപ്പോൾ നിങ്ങളതായ ഏർപ്പാടും പിന്നെ സംഭവങ്ങളായിട്ട് നിങ്ങൾക്കുണ്ടല്ലോ, പിന്നെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഒരുപാട്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും അർജന്റ് കേസുകൾ വന്നാൽ ഇവരെ കൈകാര്യം ചെയ്യുന്ന ആരാണ്? ഇവിടെ വീണ്ടും തൊട്ടടുത്തുള്ള ഒരു വീട്ടുകാരുണ്ട്. അവർ ഇതുപോലെ ഒരു പ്രയാസമുള്ള ഫാമിലിയാണ്. പക്ഷെ എന്നാൽ ആ പ്രയാസങ്ങൾക്കിടയിലൂടെ ഇവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. നിങ്ങളെ പിന്നെ അർജന്റ് കേസ് വരുമ്പോൾ അവർ വിളിക്കും. അവരാണ് നമ്മൾ വിളിക്കുക. രാത്രിയിലാണെങ്കിൽ പകലായാലും ഞങ്ങൾ വിളിക്കും. ഞാൻ പറയാറുണ്ട് എപ്പോഴും ഏത് സമയത്തും വിളിക്കണം, എന്ത് പ്രയാസം ഉണ്ടെങ്കിലും വിളിക്കണം എന്ന് പറയാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളുടെ കുറവുണ്ടെങ്കിൽ പറയണം, മരുന്ന് വാങ്ങിക്കാനുണ്ടെങ്കിൽ പറയണം. അപ്പോൾ അതൊക്കെ ഇവരാണ് വിളിക്കുക. ഇത് പരോക്ഷമായിട്ട് ഇവരെ നന്നായിട്ട് സഹായിക്കണമെങ്കിലും പ്രത്യക്ഷമായിട്ട് തീർച്ചയായിട്ടും സഹായം ചെയ്തു കൊടുക്കണ ഇത്തയാണ് അല്ലേ? അതെ അതെ. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു ഇതാണ്. ഇത്താൻ്റെ പേരെന്താ? മൈമൂന. ഇവരെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളാണ് സിദ്ദിഖാനെ വിളിക്കല് അല്ലേ? അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്താ അർജന്റായിട്ട് കേസുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഓക്കെ. നിങ്ങൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് താമസം. അപ്പോൾ ഇവിടെ ഒരുപാട് ഭായിമാരൊക്കെയാണ്. പക്ഷെ നിങ്ങൾ മാത്രമേ മലയാളിയുള്ളൂ? ബാക്കിയൊക്കെ ഹിന്ദി ഫാമിലി. ഓക്കെ. അപ്പോൾ നിങ്ങളാണ് സിദ്ദിഖാനെ ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് ധരിപ്പിക്കലും ആവശ്യങ്ങളൊക്കെ പറയലും അല്ലേ? അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് അതിനുള്ള പുണ്യം നിങ്ങൾക്ക് പഠിച്ചവൻ എന്തായാലും തരും. നിങ്ങളെല്ലാ സംഭവങ്ങളും പഠിച്ചവൻ കണ്ടെത്തി. കാരണം ഇങ്ങനത്തെ ഒരു പിന്നെ ഫാമിലിയെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോയത് സിദ്ദിഖാനെ വിളിച്ച് പറഞ്ഞ് നിങ്ങൾ വിളിച്ചു കോളേജിലേക്ക് ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളൊരു കണ്ണ് ഈ ഒരു ഫാമിലിയിൽ ഞാൻ പണിക്ക് പോകുമ്പോൾ മാത്രം എത്തൂല, പണി കഴിഞ്ഞ് വന്നാൽ എത്തും. ഓക്കെ. അപ്പോൾ രാത്രികളൊക്കെ പെട്ടെന്ന് എന്ത് ആവശ്യങ്ങൾ വന്നാൽ ഇതേക്കാ നിങ്ങൾ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങളെ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എന്തെങ്കിലും കാണികളോട്, നമ്മളെ വീഡിയോ കാണുന്ന ആളുകളോട് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, ഇത്രേ പറയാനുള്ളൂ. അവർക്ക് സ്വസ്ഥമായി താമസിക്കാനുള്ള ഒരു ഇടം നമ്മൾ ആരെങ്കിലും കഴിവുള്ള ആളുകൾ, ഇത് കാണുന്ന ആളുകൾ ഒന്ന് സ്പോൺസർ ചെയ്താൽ. അവർ വലിയ കാര്യങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല. അവർ പണം ചോദിക്കുന്നില്ല. അവർ സ്വന്തമായിട്ട് വീട് വേണമെന്ന് പറയുന്നില്ല. അവർക്ക് ഒരു വാടക വീടാണെങ്കിൽ പോലും കുറച്ചുകൂടെ സൗകര്യമുള്ള, ഇതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട സൗകര്യമുള്ള ഒരു വീട് വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ വീഡിയോ കാണുന്ന ആളുകൾ അത് സാധിപ്പിച്ചു കൊടുത്താൽ വളരെ വലിയ പുണ്യമുള്ള ഒരു കാര്യം. ഇവരെ താമസിപ്പിക്കാൻ പറ്റുന്ന ഗവൺമെന്റ് സംവിധാനങ്ങൾ തീർച്ചയായിട്ടും ഗവൺമെന്റ് സംവിധാനം നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇവരെ ഒന്നിച്ച് താമസിപ്പിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ പിന്നെ കോഴിക്കോട്, മലപ്പുറം ജില്ലയിൽ അവിടെ ആ പ്രായവും അവർ ജീവിച്ച സാഹചര്യങ്ങൾ നോക്കുമ്പോൾ അവർക്ക് ഈ ചുറ്റുവട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു വാടക വീട് അതാണ് നമുക്ക് ആഗ്രഹിക്കാം. എന്തായാലും കൂടുതൽ ഈ ഫാമിലിയുമായിട്ടുള്ള ഡീറ്റെയിൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്.
അപ്പം ഇനി വേറെ ഒന്നും പറയാമല്ലോ. ഇൻഷാ അല്ലാഹ് ബാക്കിയൊക്കെ റാഹത്താവും തന്നെ പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം.